അങ്ങ് ദൂരെ മണാലിയിൽ മഞ്ഞ് പൊഴിയുന്നു. അത് കാണാനായി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ തുടങ്ങിയ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നത് കൊച്ചുവേളിയിൽ നിന്നും യോഗ്നഗർ ഋഷികേഷ് എന്ന എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഓക്കെ, യാത്ര മധ്യേ കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ടാബിൽ ഫസ്റ്റ് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മളിതിൽ ട്രെയിനിൽ പോയി ഇറങ്ങാൻ പോകുന്നത് നിസാമുദ്ദീനാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഓരോ വീഡിയോസ് നമ്മൾ മൊത്തം ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ്, രാത്രിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഞാനങ്ങനെ ഏറ്റവും ടോപ്പിൽ കിടന്നു, എൻ്റെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ലോക്ക് വിട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇതിനകത്തുള്ള കുഞ്ഞു കാഴ്ചകൾ നമുക്ക് കാണാം. ഓരോ ട്രെയിനുകൾ പോകുന്നതും ഓരോ സ്റ്റേഷൻ നിർത്തുന്നതും. രാത്രിയായി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി നോക്കും, ഓരോ കാഴ്ചകൾ മാറുന്നതും ടണലുകൾ മാറി പുതിയ ഓരോ ടണലുകളിലൂടെ കടന്നു പോകുന്നതും. പിന്നെ ഈ യാത്രയിൽ നമുക്ക് കാർബുഡേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊങ്കൺ റെയിൽവേയിലുള്ള ഏറ്റവും വലിയ ടണലായിട്ടുള്ള കാർബുഡേ എന്ന് പറഞ്ഞ ടണൽ 16 കിലോമീറ്റർ ഉണ്ട്. അതെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ആ ടണലാണ് ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്തത്. അതിന് പുറത്തേക്കുള്ള കാഴ്ചകളാണ്. അതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ രാവിലെ ഒരു മഹാരാഷ്ട്ര ആ ഒരു റീജിയനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ഫോഗിയാണ് നമുക്ക് രാവിലത്തെ അറ്റ്മോസ്ഫിയർ. പിന്നെ നമ്മൾ വിൻ്റർ ടൈമിൽ പോയതുകൊണ്ട് തണുപ്പിൻ്റെ അങ്ങേയറ്റമായിരുന്നു എല്ലാം ഉള്ള പ്ലേസിലും. അത് ട്രെയിനിൽ നമുക്ക് കുറച്ച് ടണൽസ് എല്ലാം പാസ് ചെയ്ത് നമ്മൾ നോർത്ത് ഇന്ത്യ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ആ തണുപ്പിൻ്റെ കാഠിന്യം കൂടുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ AC ട്രെയിനിൽ നമ്മൾ പോയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വേറെ ഇല്ലായിരുന്നു, AC കോച്ച് ആയതുകൊണ്ട്. ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റും എല്ലാം ഉണ്ട്. നമ്മൾ എക്കണോമിയാണ് എടുത്തിട്ടുള്ളത്, തേർഡ് എക്കണോമിയാണ്. ഓരോ പ്രകൃതി ഒരു പ്രത്യേക രീതിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിൻ്റെ പുറത്തുനിന്ന് ഓരോ കാഴ്ചകളെല്ലാം കാണുക, അവിടുത്തെ ഫുഡ് രുചിച്ച് നോക്കുക. ഇത് ബജി പാവ അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത്. ഇത് അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടില്ല, ഫ്രണ്ട്സ് കുഴപ്പമില്ല. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. I don't like it. അങ്ങനെ ഫ്രണ്ട്സ് അവർ പിന്നെ നോർത്ത് ഇന്ത്യ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രുചിച്ച് നോക്കണമെന്നായിരുന്നു ആരോണ്ട് ഐഡിയാസ്. അങ്ങനെ ആരോണ്ട് കുറേയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ നിർത്തി അവിടെ. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഏകദേശം ഒരു മുംബൈ ആ റീജിയനിലേക്ക് എത്തിയ ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ വ്യത്യാസമാണല്ലോ അവിടുത്തെ കാഴ്ചകളെല്ലാം. അപ്പോൾ ഇതിനെ പുറത്ത് ഇറങ്ങി ഞാൻ കാഴ്ചകളെല്ലാം പകർത്തും. എത്ര ടൈം അത് നിർത്തുമെന്നൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കുളമാവും. അത്യാവശ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ കുറച്ച് ഓർഡർ ചെയ്യും, സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ. സ്വിഗ്ഗിയിൽ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരും. അത്യാവശ്യം നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് നല്ല ഊണൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റി. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്ന് കേരള ഫുഡ് കിട്ടുന്നതൊക്കെ ഓർഡർ ഒത്തിരി പേര് ചെയ്യാറുണ്ട്. അത്യാവശ്യം റേറ്റ് ചെറിയ വേരിയേഷൻ വരും, അത്യാവശ്യം നല്ല റേറ്റ് മാറ്റമുണ്ട്. കാരണം നമ്മൾ ഇവിടെ കിട്ടുന്ന റേറ്റ് അല്ല, കുറച്ച് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഫുഡിന് റേറ്റ് അത്യാവശ്യം നല്ല എക്സ്പെൻസ്, ഫുഡിനാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വണ്ടി പിടിച്ച് പോയ ഓരോ കാര്യം അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഇത് നമ്മൾ ഓരോ ഡേയ്സിന് ഇത് നമുക്ക് ചോറാണ് കഴിക്കാൻ വേണ്ടി മേടിച്ചത്. ഒരു ഫ്രണ്ട് ബിരിയാണി വാങ്ങിച്ചു. ബിരിയാണി അത്യാവശ്യം കൊള്ളായിരുന്നു. ബിരിയാണിക്കൊക്കെ 390 റേറ്റ് വന്നത്. ഇത് നമ്മൾ ചോറാണ് കഴിച്ചിട്ടുള്ളത്, ഊണായിട്ട് വാങ്ങിച്ചു. ഇതിൽ കൊള്ളാം, കുറേ കറികൾ എല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മൾ സമ്പുഷ്ടമായിട്ട് തന്നെ ആദ്യത്തെ ദിവസം നമ്മൾ പോയ വഴിക്ക് ഫുള്ള് നമുക്ക് നല്ല ഫുഡ് സേഫായിട്ട് കഴിച്ചു. കാരണം പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുള്ള് പൊളിയും. സോ അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ മാക്സിമം റേറ്റ് നോക്കാതെ തന്നെ നല്ല ഫുഡ് മേടിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ചേരി പ്രദേശങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ട്രെയിനിൽ വലിഞ്ഞു വിറ്റ് കയറുന്ന കുറേ ചേട്ടന്മാർ, അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അതുപോലെ ഒത്തിരി പേര് ഇന്നലെ ട്രെയിൻ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ചാടിക്കയറി വിൽക്കാൻ വേണ്ടി വരുന്നവരും ഒത്തിരി പേര് നമ്മൾ റെയിൽവേ തന്നെ പലയിടത്ത് പോയപ്പോൾ കണ്ടു. പിന്നെ വീണ്ടും അടുത്ത ഓർഡറാണ്. ഇത് നമുക്ക് രാവിലെ വൈകുന്നേരം രാത്രി എല്ലാ ടൈമിലും ഇതിലാണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. അലക്സ് വന്ന് മേടിക്കും, അലക്സും മറ്റ് അജിനുമൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരാണ് ബാക്കി കാര്യങ്ങൾ ഓർഡറും ബാക്കിയുള്ള പരിപാടീസൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇത് അടുത്ത് നമ്മൾ രത്നാല എന്ന് പറഞ്ഞ ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ജംഗ്ഷൻസ് കടന്നു പോകാറുണ്ട്. ജസ്റ്റ് ചില നല്ല പാർട്ടുകൾ മാത്രമാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ഫുഡാണ്. ഇതുപോലെ ഉണ്ട്, നമുക്ക് ഒത്തിരി ടൈമിൽ നമ്മളിതുപോലെ ഫുഡ് കൂടുതലും ഇതിലൊന്നും തന്നെയാണ് മേടിച്ച് കഴിച്ചുള്ളത്. പിന്നെ കൂടുതൽ എനിക്ക് ഏകദേശം ഇത് വലിയൊരു പണി കിട്ടിയ ഫുഡാണ്. നമുക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞ യുവമാർ വാങ്ങിച്ചതാണ്. ബിരിയാണി നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് നിന്ന് മേടിച്ചു. അതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കുറച്ച് മാത്രം കഴിച്ചപ്പോൾ എനിക്ക്
പിടികിട്ടി സാധനം കൊള്ളൂല. സോ അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ പൊട്ട സാധനം വാങ്ങാറില്ല. നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഇത് ഫുള്ളി കളറാണ്. ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാകും. കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിലും വയ്യ, ഏകദേശം അവിടെ നിർത്തി. അങ്ങനെ ഞാൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഡൽഹിയിൽ ഫസ്റ്റ് ടൈം അങ്ങനെ കാലുകുത്തി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻസൊക്കെ വേറെ ലെവലാണ്. കാരണം നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കാണണമെന്നുള്ള ഒരു ആഗ്രഹമെല്ലാം പൂവണിയുന്ന നിമിഷമാണിത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത് പണിക്കേഴ്സ് ട്രാവലിലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് us.